20-30 വയസ്സുള്ള ഒരാൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ കാണുമെന്ന് ഞാൻ പറയില്ല. എന്നാൽ പ്രായമുള്ള ഒരാൾ പക്ഷേ ഒരു 35-40 വയസ്സുള്ള ഒരാൾ പോകുമ്പോഴത്തേക്ക് ഒന്ന് ഹൃദയത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗ സാധ്യത കൂടി വരുന്നു. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവരിലേക്ക് ഹൃദ്രോഗ സാധ്യത വരുന്നു. അതുകൊണ്ട് ഹൃദ്രോഗ സാധ്യത ഈ ജിമ്മിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾക്കെല്ലാം മിക്കവാറും കാരണങ്ങൾ, പ്രത്യേകിച്ച് പ്രായം കൂടുതലൊക്കെ കാരണങ്ങൾ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നറിയുന്നത് നല്ലതായിരിക്കും. ഞാൻ നമ്മുടെ സാഹചര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം മോശമായിരുന്ന ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, നിങ്ങളൊരു ECG എടുക്കണം, ഒരു എക്കോ എടുക്കണം, പറ്റുമെങ്കിൽ ഒരു TMG എടുക്കണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് 35-40 വയസ്സുള്ളവർ ജിമ്മിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ബേസ് ലൈൻ ആയിട്ടുള്ള കാർഡിയാക് റിസ്ക് സാറേ ഞാൻ പറഞ്ഞു മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരാൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാം ഫിറ്റാണെന്നതാണ്. അല്ല, ഈ ഹൃദയാരോഗ്യ സാധ്യത എല്ലാവർക്കും ഉണ്ട്. ആരും അതിൽ നിന്ന് മുക്തരല്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഒരു റിസ്ക് കാറ്റഗറിയിൽ പെടുമായിരിക്കാം, നമുക്കൊരു ലോ റിസ്ക് കാറ്റഗറി പെടുമായിരിക്കാം, ചിലർക്ക് ഹൈ റിസ്ക് കാറ്റഗറി പെടുമായിരിക്കും. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് ഒരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധനയൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ റിസ്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. വളരെ ലോ റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഇന്റർമീഡിയറ്റ് റിസ്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഹൈ റിസ്ക് ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത് പറയും. ഓക്കെ, ഞാൻ ഡോക്ടറിലേക്ക് വരാം. അപ്പൊ താങ്കൾ പറഞ്ഞത് തുറന്നുള്ളൂ. അപ്പൊ എന്തായാലും ഡോക്ടറും സർട്ടിഫൈ ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മള് ഫിസിക്കലായിട്ട് നമ്മുടെ ഫിറ്റ് ഉണ്ടാവും, പക്ഷെ ഹാർട്ട് അവരുടെ 2 മൈൻഡാണ്. അതായത് ഫിസിക്കൽ ഫിറ്റും ഹാർട്ട് ഫിറ്റും തമ്മിൽ രണ്ട് തലമാണ്. അപ്പൊ ആദ്യം എല്ലാവരും നമ്മള് ജിമ്മിൽ പോയവരൊക്കെ അവെയർ ആണോ ഇതിനെ കുറിച്ച്? നമ്മൾ എല്ലാവരും അവയർനെസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങ് വേണുമാധവൻ, അങ്ങൊരു ഇതിനകത്തൊരു ബ്രേക്ക് വന്നായിരുന്നു അല്ലേ? 2014 ഞാൻ നാഷണൽ ലിഫ്റ്റിംഗ് തയ്യാറായിരിക്കുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്താണ് എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെസ്റ്റിൽ വെയിറ്റ് വീഴുകയും ചെസ്റ്റ് ഇന്റേണൽ ഇഞ്ചുറി ആയിട്ട് 3 പീസായിട്ട് ടാറാവുകയും ചെയ്തിരുന്നു. അത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം FNAC എടുക്കാൻ പറഞ്ഞു. പിന്നെ RCCയിലേക്ക് റെഫർ ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് നേരത്തെ പിന്നീട് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റും ബാക്കിയുള്ള ഇതൊക്കെ തുടങ്ങി. 12ഓളം കീമോ കഴിഞ്ഞു, 28ഓളം റേഡിയേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് ഞാനിവിടെ ആലപ്പുഴയിൽ വന്ന് ഒരു സെക്കൻഡ് പ്രൈസും മേടിച്ചിട്ട് തിരിച്ച് ഞാൻ പോവുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്യാതിരുന്നു. 2019 തൊട്ട് വീണ്ടും ഞാൻ കണ്ടിന്യൂസ് ആയി. ഇപ്പോഴും ഞാൻ ഒബ്സർവേഷനിലാണ് അവരുടെ. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റ് കയറാറുണ്ട്, ബോഡി സ്കാൻ ചെയ്യാറുണ്ട്, ഇഞ്ചുറി ഉണ്ടാവാറുണ്ട്. ഞാൻ തിരിച്ച് വീണ്ടും വർക്കൗട്ട് ചെയ്യാറുണ്ട്. വർക്കൗട്ട് ഞാൻ ഇപ്പോഴും നാഷണലിൽ ഇപ്പോഴും കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും വളരെ ആക്റ്റീവ് ആണ്. ഇപ്പോഴും ഞാൻ നാഷണൽ മെഡൽ ഈ കഴിഞ്ഞ ഒക്ടോബറിലും വന്ന് 2 ഗോൾഡ് മേടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.